Hi everyone, Assalamu alaikum. Welcome to Trips and Treats. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തണ്ണിമത്തൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിന് ഉണ്ടാക്കാനും പിന്നെ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആണല്ലോ, അപ്പോൾ ദാഹവും ക്ഷീണവും എല്ലാം മാറ്റാൻ കഴിയുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വത്തക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ കഷ്ണം വത്തക്കയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള തണ്ണിമത്തൻ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ തണ്ണിമത്തൻ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാം, ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത പീസസ് നമ്മൾ തണ്ണിമത്തിൽ നിന്ന് എടുത്ത് ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് തണ്ണിമത്തനൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ വലിയ പീസസൊക്കെ കാണും, അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ല പോലെ ഉടഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. വലിയ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി എന്ന് മാത്രം. നമ്മൾ ജ്യൂസിലൂടെ ചെറിയ പീസസൊക്കെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാൻ അരക്കപ്പ് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2-3 ടേബിൾ സ്പൂൺ ഞാൻ റൂഅഫ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസ് സിറപ്പാണിത്, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി 1 ടീസ്പൂൺ കസകസ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ തണ്ണിമത്തനിൽ മധുരം കുറവുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം റൂഅഫ്സയിൽ ഈ ഒരു സിറപ്പിൽ നല്ല മധുരമുണ്ട്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് പാകത്തിനുള്ള പഞ്ചസാര ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 2-3 ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ തണുപ്പിച്ചെടുത്താലും മതി. അങ്ങനെ നമ്മുടെ വത്തക്ക വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിന് കുടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അതുപോലെ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മുടെ ദാഹവും ക്ഷീണമൊക്കെ മാറാൻ പറ്റിയ എല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.